സെൻറ്റ് ജോർജിൻ്റെ ഒരു മൊനുമെൻറ്റ് ഫ്രീഡം മൊനുമെൻ്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് പ്രശസ്തമായിട്ടുള്ള ഷോട്ടാ റുസ്താവാലി സ്ട്രീറ്റ്. സിറ്റിയുടെ പ്രധാനപ്പെട്ട ഈ ഓഫീസുകളൊക്കെ, ഗവൺമെൻറ് ഓഫീസുകളൊക്കെ വരുന്ന ഈ ഒരു സ്ട്രീറ്റിലാണ്. സെൻറ്റ് ജോർജിൻ്റെ ഒരു മൊനുമെൻറ്റ് ഫ്രീഡം മൊനുമെൻ്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് പ്രശസ്തമായിട്ടുള്ള ഷോട്ടാ റുസ്താവാലി സ്ട്രീറ്റ്. സിറ്റിയുടെ പ്രധാനപ്പെട്ട ഈ ഓഫീസുകളൊക്കെ, ഗവൺമെൻറ് ഓഫീസുകളൊക്കെ വരുന്ന ഈ ഒരു സ്ട്രീറ്റിലാണ്. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി വന്നു. അപ്പം റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിലുള്ള സീറ്റിൽ ഇരിക്കുകയാണ്. ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല, റെഡിയാവുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റാണ്. ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ തിരക്കുമില്ല. അതുപോലെ ഇവരുടെ ലോക്കലായിട്ടുള്ള ഡിഷുകളൊക്കെയാണ് കിട്ടുന്നത്. റേറ്റൊക്കെ നല്ല കുറവാണ്. അങ്ങനെ നമ്മൾ മാഷ്മിന്ദ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. സമയം 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ടിബിലിസിലെ ഒരു പ്രധാന സ്പോട്ടുണ്ട്, ഫ്രീഡം സ്ക്വയർ. അവിടെ പോയി കാണണം. അതുപോലെ അവിടെ പോയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡോളർ മാറ്റിയിട്ട് ലാറി ആക്കണം. പിന്നെ ഒരു സിമ്മ് പറ്റും എടുക്കണം. ഇതൊക്കെയാണ് ഇനിയുള്ള പ്രോഗ്രാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്ന് കാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാഷ്മിന്ദ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരികെ ടൗണിലെത്തി. ഫ്രീഡം സ്ക്വയർ ആണിത്. ടിബിലിസി സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ റാലിയും സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലാണ്, ഈ ഒരു ഏരിയയിലാണ്. സെൻറ്റ് ജോർജിൻ്റെ ഒരു മൊനുമെൻറ്റ് ഫ്രീഡം മൊനുമെൻ്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതാണ് പ്രശസ്തമായിട്ടുള്ള ഷോട്ടാ റുസ്താവാലി സ്ട്രീറ്റ്. സിറ്റിയുടെ പ്രധാനപ്പെട്ട ഈ ഓഫീസുകളൊക്കെ, ഗവൺമെൻറ് ഓഫീസുകളൊക്കെ വരുന്ന ഈ ഒരു സ്ട്രീറ്റിലാണ്. Now I just drive you around. Okay. It's here located. Main office is this street, main avenue. This is main avenue and most expensive avenue. Oh, okay. Branded shops. There is Ballet House. Okay, okay. നമ്മളങ്ങനെ കുറച്ച് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് സിറ്റിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഹോട്ടലിലോട്ട് പോകാനുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ വെറുതെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. This is Parliament? ഓക്കെ ഓക്കെ. ഇതാണ് ജോർജിയയുടെ പാർലമെൻറ്റ് ഹൗസ്. This is the main street. Main avenue. ജോർജിയൻ മ്യൂസിയമാണ് ഈ കാണുന്നത്. രണ്ട് വശത്ത് നല്ല പൊക്കമുള്ള മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ക്രോപ്പ് ചെയ്ത് നടത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പറ ഹൗസ്. പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് റോഡിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ ഷോട്ടാ റുസ്താവാലി സ്ട്രീറ്റിൻ്റെ ഇങ്ങേയറ്റത്തെത്തി. ഇനിയിപ്പോൾ വന്ന വഴിക്ക് നമ്മൾ തിരിച്ചു പോകും. അതിനിടയിൽ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മണി എക്സ്ചേഞ്ചിൽ പോയിട്ട് കയ്യിലുള്ള ഡോളർ മാറ്റിയിട്ട് ലാറി ആക്കണം. ഷോട്ടാ റുസ്താവാലി സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര്. ഇത് ടിബിലിസിയിലെ ഒരു പ്രധാന റോഡാണ്. പാർലമെൻറ്റ് മന്ദിരം ഉൾപ്പെടെയുള്ള സിറ്റിയിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം ഈ ഒരു സ്ട്രീറ്റിലാണ് വരുന്നത്. പണ്ട് ജോർജിയയിൽ അറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു ഈ ഷോട്ടാ റുസ്താവാലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ സ്ട്രീറ്റിന് കൊടുത്തിരിക്കുന്നത്. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവി എന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ കെട്ടിടങ്ങളെല്ലാം താഴത്തെ നിലയില്ലേ, ഗ്രൗണ്ട് ഫ്ലോറിൽ ചെറിയ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പുറത്തിരിക്കാനുള്ള ചെയറും സീറ്റുകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില മരങ്ങൾക്കൊക്കെ നല്ല വലുപ്പമുണ്ട്. നല്ല വലുപ്പമുള്ള മരങ്ങളാണ് ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഈ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ടാക്സിക്കും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിനും ഒക്കെ ഉള്ളതാണ്. എക്സ്ചേഞ്ച് ഈ ഒരു ഭാഗത്ത് ഒരു മണി എക്സ്ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് നമ്മുടെ ഷോട്ടാ റുസ്താവാലി സ്ട്രീറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി ഒരു ചെറിയ റോഡിലോട്ട് തിരിഞ്ഞ് കയറിയതാണ്. ഈ ഭാഗത്താണ് എക്സ്ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ എക്സ്ചേഞ്ചിൽ പോയിട്ട്
ഡോളർ മാറ്റിയിട്ട് ലാറിയാക്കി. ഒരു പാസ്പോർട്ട് മാത്രമേ ജസ്റ്റ് ചോദിക്കുള്ളൂ, അവിടെ വേറെ പ്രത്യേകിച്ച് സീനൊന്നുമില്ല. അതാണ് നമ്മുടെ കാർ. ഇന്നിപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു സിം എടുക്കണം. ഒരു മക്തി എന്ന് പറയുന്ന ഒരു സിം എടുത്തു. 57 ലാറിയാണ് അവർ ചാർജ് ചെയ്തത്. ഹൗ മച്ച്? 47 ലാറിയാണ് അവർ ചാർജ് ചെയ്തത്. ഡാറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിം എടുത്തു. ജസ്റ്റ് പാസ്പോർട്ട് എടുത്തപ്പോൾ ഒരു സിം തന്നു. നമ്മളിപ്പോൾ പബ്ലിക് ഹൗസ് ഓഫ് ജസ്റ്റിസിൻ്റെ തൊട്ടടുത്തെത്തി. വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ട്രാഫിക്കായി. നമ്മൾ രാവിലെ ഈ ഒരു ഏരിയയിൽ വന്നതാണ്. ഒരാൾ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഈ ഒരു റോഡിൽ. ഈ കാണുന്നത് നമ്മുടെ കുറാ റിവറാണ്. ഗ്രീൻ. ഈ കിങ് ഡേവിഡിൻ്റെ പ്രതിമ നമ്മൾ ഇന്ന് രാവിലെയും കണ്ടതാണ്. ഈ ഭാഗത്ത് എവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഹോട്ടൽ. നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്താറായിട്ടുണ്ട്. ഈ ഒരു പ്രതിമയുടെ തൊട്ടടുത്തായിരുന്നു നമ്മൾ താമസിച്ചത്. ദിഗോമി എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. സമയം 6:30 നമ്മൾ ഹോട്ടലിലെത്തി. നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഗൈഡ് പോയി. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു പബ്ലിക് ജിമ്മാണ് ഈ കാണുന്നത്. ആൾക്കാർ വൈകുന്നേരം ജോഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യാം. കൊള്ളാം. ജിമ്മിൻ്റെ പുറകിലൊക്കെ കുറച്ച് ഷോപ്പുകളാണുള്ളത്. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കോഫി ഷോപ്പുണ്ട്, അതുപോലെ ഒരു പെറ്റ് ഷോപ്പ് കാണുന്നുണ്ട്. അത് ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഒരു സംഭവമൊക്കെ ഉള്ളത്. അതിൻ്റെ മുകളിൽ ഉള്ള നിലകളിലൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇവിടെ ജോർജിയയിലെ ലോക്കൽസൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. മെയിൻ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഈ ഒരു ഏരിയയിൽ കുറവാണ്. മെയിനായിട്ടും ലോക്കൽസ് തന്നെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പബ്ലിക് ജിം. സമയം ഇപ്പോൾ 8:15. അപ്പോൾ ഫുഡ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പുറത്ത്. ഈ ഒരു ഏരിയയിൽ കുറേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളാണ്. അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന്. ഈ ഒരു സ്പോട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. നേരം ഇരുട്ടി വരുന്നത് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ ഹോട്ടലിൻ്റെ സെയിം ലൈനിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ചെറിയ റെസ്റ്റോറൻറ്റാണ്. ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവർ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 20 മിനിറ്റ് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് എനിക്ക് സിഗ്നലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. അങ്ങനെ ഞാൻ സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരു കച്ചാപ്പൂരി, അതുപോലെ ഒരു ചിക്കൻ്റെ ഒരു ഡിഷ്, സലാഡ്, അങ്ങനെ ചെറിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ചെറിയ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കൊന്നുമില്ല. അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി വന്നു. അപ്പം റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിലുള്ള സീറ്റിൽ ഇരിക്കുകയാണ്. ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല, റെഡിയാവുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ തിരക്കുമില്ല. അതുപോലെ ഇവരുടെ ലോക്കലായിട്ടുള്ള ഡിഷുകളൊക്കെയാണ് കിട്ടുന്നത്. റേറ്റൊക്കെ നല്ല കുറവാണ്. നമ്മൾ 3 പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഏകദേശം 25 ദിറംസാണ് ആയത്. 24 ദിറംസ് സംതിങ്, 25ഓളം ദിറംസാണ് ആയത്. അതുപോലെ ഇവർ പാഴ്സൽ എടുക്കുകയാണെങ്കിൽ ഒരു ലാറി അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് റൂമിലെത്തി. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. ഇതിൻ്റെ പേര് എമറാത്തി കച്ചാപ്പൂരി എന്നാണ്. ഇത് സലാഡാണ്. അതുപോലെ ചിക്കൻ്റെ ഒരു ഡിഷ്. ചിക്കൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് എമറാത്തി കച്ചാപ്പൂരി എന്ന് പറയുന്ന ഒരു ബ്രെഡ് ടൈപ്പിലുള്ള സാധനമാണ്. നമുക്ക് 3-4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ധാരാളം മതി. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ സലാഡൊക്കെ നല്ല ഫ്രഷ് വെജിറ്റബിളാണ്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ.